രേവും വിഷ്ണു വരുന്ന ദിവസമാണെന്ന്. ഇന്ന് വിഷ്ണു ആരാണെന്നൊക്കെ നമ്മൾ ഇന്നാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. സോ അവർ രാവിലെ 5 മണിയാകുമ്പോഴേക്കും KSRTC ബസ് സ്റ്റാൻഡിലെത്തും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവരവിടെ നിന്ന് വരും. അപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ആക്ച്വലി വന്ന് നീ എക്സൈറ്റഡ് ആണോ? വിഷ്ണുവിനെ കാണാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത്, ഇതുവരെ കണ്ടിട്ടില്ല. നമ്മളെ കാണാൻ വേണ്ടിയിട്ടാണ് അവൻ വരുന്നത്. പിന്നെ അവർക്ക് ചെയ്യുന്ന ഫോട്ടോഷൂട്ട് ഉണ്ട്. ചെയ്ത് നീ കണ്ടിട്ടുണ്ട്? നീ എപ്പോൾ കണ്ടു? അപ്പോൾ അവരിപ്പോൾ എത്തും ഗൈസ്. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്, ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം എങ്ങനെ ഉണ്ടാവുമെന്നൊന്നും അറിയില്ല. അമ്മ എക്സൈറ്റഡ് ആണോ? അമ്മ കണ്ടിട്ടുണ്ടോ അവനെ? ഒരു പ്രാവശ്യം കണ്ടിട്ടുണ്ടല്ലേ? ഇപ്പം ഒട്ടും കാണാത്തത് ഞാനും തങ്കും മാത്രമാണ്. അപ്പം ഞങ്ങളുടെ റിയാക്ഷൻ, ഞാൻ ക്വൈറ്റ് എക്സൈറ്റഡ് ആണ്, ഭയങ്കര എക്സൈറ്റഡ് ആണ്. എനിക്ക് ആദ്യമായിട്ട് കിട്ടിയൊരു അളിയനാണ്. അപ്പം എങ്ങനെ എന്താണെന്ന് എനിക്കറിയില്ല. പിന്നെ ഷേക്കൻ കൊടുക്കമ്മ. അമ്മ യു ആർ ദ മദർ ഓഫ് ദ മദർ. അപ്പോൾ നമ്മൾ രേവുവിനെയും കൂട്ടിയിട്ട് സേതുരേക്കിന് പോവാണ്. അവരുടെ ഫോട്ടോഷൂട്ടാണ്. അപ്പോൾ രാവിലെയാണ് അവർ വന്നത്. ഇപ്പോൾ 7 മണിയാവാറായി. അപ്പം നമ്മൾ റെഡിയാക്കി കൊടുത്തിട്ടുണ്ട് രേവുവിന്. അപ്പോൾ വിഷ്ണുവൊക്കെ ഇവിടെ നിന്നാണ് റെഡി ആയത് കേട്ടോ. അമ്മയൊക്കെ അടിപൊളിയായിരുന്നു. ഞങ്ങൾക്കൊക്കെ ഡൗട്ട് ഉണ്ടായിരുന്നു എങ്ങനെയായിരിക്കും എന്നുള്ളത്. പക്ഷേ അടിപൊളിയാണ്, സെറ്റാണ്, നല്ല കമ്പനിയാണ്. അപ്പോൾ ഇപ്പം ഞങ്ങളുടെ ഫാമിലി കുറച്ചിങ്ങനെ ഗ്രോ ആയ പോലെ 2 പേരായി. തങ്കു, ഇപ്പോൾ വിഷ്ണു. അപ്പോൾ അവരൊക്കെ റെഡി ആയിട്ട് ഇരിക്കുന്നത് കാണിച്ചു. സെറ്റല്ലേ? കുറച്ച് വലുതടാ അമ്മ. നമ്മളിപ്പോൾ ഇറങ്ങാറായിട്ടുണ്ട് കേട്ടോ. ആക്ച്വലി എല്ലാവർക്കും കുറച്ച് ചമ്മലുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ സേതുരേക്കിന് പോവാണ്. ഇത് നമ്മുടെ പുതിയ ഫ്ലാറ്റാണ്. നമ്മൾ താരക്കാട് ഗ്രാമത്തിലായിരുന്നു. ഇപ്പോൾ നമ്മൾ നൂറിനിയിലാണ്. നല്ല വ്യൂ, അടിപൊളി ബാൽക്കണി, സെറ്റാണ് കേട്ടോ. അടിപൊളി, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല രസമുണ്ട്. കല്യാണമൊക്കെ കഴിഞ്ഞ് സത്യം പറഞ്ഞാൽ കുറച്ച് ദിവസം ഇവിടെ സമാധാനത്തിലിരിക്കുന്നതൊക്കെ ഉണ്ട്. പക്ഷെ അതിൻ്റെ ടൈം നമുക്കില്ല. കിച്ചപ്പോൾ എണീറ്റു. കഴിച്ചപ്പോൾ നമ്മൾ ഇറങ്ങാൻ പോകണം. ഇതിലെത്തി നമുക്കൊരു തമിഴ് അളിയനെ കിട്ടിയിരിക്കുകയാണ് ഗൈസ്. അതിൻ്റെ എനിക്ക് തമിഴന്മാരോട് തമിഴ് സംസാരിക്കാൻ ഭയങ്കര പ്രശ്നമാണ് ഗൈസ്. എവറിത്തിങ് ഈസ് അണ്ടർ സർവൈലൻസ്. Everything is under surveillance. So make sure that you guys are. Revu excited for the marriage. Are you guys excited for the marriage? Vishnu, നീ തമിഴിൽ പറഞ്ഞാ മതി കേട്ടോ. ഇടയില് ഇരുന്നിരിക്കുക, തേർഡ് വീലായിരിക്കുക. വൈ നന്ദു? മലയാളം വേർഡ്സ് ഒക്കെ എഴുതി കൊടുക്കും. Guys, look at this. Look at this. Go right. നമ്മുടെ ഇതൊന്ന് മാറ്റി കൊടുത്തു. എനിക്കൊരു ടെൻഷൻ, എനിക്കൊക്കെ ടെൻഷൻ ആയിരിക്കുക.
സീന് കോമഡിട്ടാ സീനിട്ട സ്കൂള് പിള്ളേര് കോളേജ് പിള്ളേര് കോട്ട മൈതാനാണ് എല്ലാരും ഇവിടെ ഉണ്ട് കോമഡി ആയിട്ടുണ്ട് എനിക്കൊക്കെ ആണെങ്കിൽ ചമ്മല ഉണ്ടാവും നീ ആണെങ്കിലോ നീ കാറിന്ന് എണീക്ക പോലും ഉണ്ടാവില്ല നീ ഇവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കും സീനിട്ടോ ഭയങ്കര ചമ്മലിട്ട് എനിക്കിങ്ങനെ കുറച്ച് എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള ഏരിയ എല്ലാരും നോക്കണു നന്ദിനിയില് എനിക്കിങ്ങനെ കുറച്ച് എക്സ്ട്രോവേർട്ട് ആയിട്ട് സ്ഥലത്തെത്തി കഴിഞ്ഞാലേ ഞാൻ ഭയങ്കര ഇൻട്രോവേർട്ട് ആവും എല്ലാരും നോക്കുന്നുണ്ട് എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ദൈവം എങ്ങനെയാണ് നിക്കണെന്ന് എനിക്കറിയില്ല എടാ പൂക്കാരോ അണ്ണാച്ചി 2 മോളോ ബസ്സില് எல்லாரும் உங்களே பார்த்துட்டு இருக்கா அதுதான் எனக்கு வர ஒரு மாதிரி അത് ഇവൻ ടിപ്പു സുൽത്താൻ കോട്ട ഭയങ്കര സ്ഥലം ഇവിടെയാണ് ടിപ്പു സുൽത്താൻ ലാസ്റ്റ് ആയിട്ട് ഉണ്ടായിരുന്നത് ഇവര് ആക്രമിച്ചു റൊമാൻസ് തിരങ്ങാനും അമ്മകളാണ് നീയാണോ അമ്മയില് ഇതാണ് നമ്മുടെ ഹനുമാൻ കോവില് കോട്ടയുടെ ഉള്ളിലുള്ള ഹനുമാന്റെ കോവിലാണ് ഒരു കാര്യം കൂടെയുണ്ട് മോസ്റ്റ് ഹൈലൈറ്റഡ് തിങ് ഇതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ പാലക്കാട് ജയിലുള്ളത് നമ്മൾ പണ്ടൊക്കെ വരുന്ന സമയത്തും എപ്പോഴും ഇത് ജയിലുണ്ട് ഇത് ഇവിടുത്തെ പാലക്കാട് ജയിൽ ഇതിൻ്റെ ഉള്ളിലാണ് കാണിച്ചത് കറക്റ്റ് സ്ഥലത്തേക്ക് അവരെ കൊണ്ടുവന്നിരിക്കുന്നത് ഓ എന്തൊരു ഭംഗിയല്ലേ നമുക്ക് മയില് എന്താ പുള്ളികളൊന്നും ഇവിടെ കൊണ്ടുവരില്ല ചെറിയ മുട്ടുന്ന കേസ് തട്ടുന്ന കേസ് പൂവാല ശല്യം പോക്കറ്റടി ആണ് പാലക്കാട് ജയിൽ ഗൈസ് അവര് ജയിൽ ജീവിതമാണെന്ന് മനസ്സിലാക്കി കൊണ്ടാണോന്ന് അറിയില്ല അതെടുത്ത് ഇതെടുത്ത് പറഞ്ഞിട്ട് ரொமான்டிக் வேறனடா ரொமான்டிக் இன்னும் கொஞ்சம் லாங் ஸ்டெப் வைக்கிறீங்களா நீங்க எப்படி ചാളി അടിച്ച സംഭവമാണ് അതെ ഇവിടെ നിലത്തിൽ ഈ ചെടികളൊക്കെ കണ്ടോ അതൊക്കെ ഇവിടെ നന്ദൂടെ വന്ന് പോയതിന്റെ ചെടിയാണ് ഈ കാണുന്നത് ഇന്നലെ നന്ദൂടെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു ഞാൻ പോട്ടെ 5 മിനിറ്റ് എന്റെ കൂടെ ഉണ്ടായിരുന്നുള്ളൂ ജീജു ആ ഒരു നിലവാരം നിനക്ക് എത്തിയിട്ടുണ്ട് നീ ഇനി ഒന്നും പറയണ്ട ആ നിനക്ക് നല്ലത്
നമുക്ക് അവരെ പറയാം. ഒരു മിനിറ്റ്, നീ എന്നെ മാത്രം നോക്കണ്ട, നീ നിന്നെ നോക്ക്. നീ ഓവർ എന്നെ പറയുന്നോ? ഞാൻ പിന്നെ നല്ല ഭംഗിയുണ്ട്, അടിപൊളി, നന്നായിട്ടുണ്ട്. ജീജു ഒരു പക്ഷെ അടിപൊളിയാണ് ജീജു. ഇതൊന്ന് പിടിച്ച് എനിക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. ജീജു മാസം ജീജു നിക്കടി ഒന്ന് ഫോക്കസ് ചെയ്തിട്ട് അപ്ലിക്കുള്ള അടുത്ത് പിടിക്ക്. ഈ കോമഡി പറ, ഇതിൽ ഞാൻ അടച്ചു. ഞാൻ എടുത്തത് നീ നേരെ അപ്പുറത്തോട്ട് തിരിച്ചു. നീ കുറെ നേരമല്ലേ ഇവിടെ മാത്രം സോൺ ചെയ്തോണ്ടിരിക്കുന്നു. ടിപ്പു സുൽത്താന്റെ കുതിരന്റെ മൂത്രമായി. ഇവിടെ കൂടി ചളി നിലവാരം ഇവിടത്തെ താഴെ കൂടെ എഴഞ്ഞു പോണ എന്റെ ചളിമേലുണ്ടാവില്ലല്ലോ. എനിക്കിഷ്ടായി. ഇനി ഒന്ന് പോയ ഒരു സിംഗിൾ ഫോട്ടോ. ഓടി സിംഗിൾ ഫോട്ടോ. അവനാണ് ഇവിടെ നടക്കുന്ന പ്രശ്നമില്ല. അപേക്ഷിക്കും മോളെ. കുഞ്ഞുസ്കി ചെയ്വറ, ചാഞ്ചിക്ക് ചെയ്വറ. നല്ല കടി അടിച്ചിരിക്ക അമ്മേ. ജീജുവിനൊരു 3-4 മറ്റേ ഇതില്ലേ നാഗവരുടെ പോസ്റ്റ് എന്താടി? തിരിച്ചു പോക്കില്ല ശശിയെ. ട്രാപ്പ് 7-8-9 പറഞ്ഞിട്ടാ ഞാൻ കേറി വന്നത്. എനിക്ക് വിശക്കുണ്ട് കേട്ടോ, എനിക്ക് പ്രാന്ത് പിടിക്കുന്നുണ്ട്. സഹിക്കണം, വിശപ്പാണ് മെയിൻ. അതൊക്കെ സഹിക്കാൻ പഠിക്കണം. അല്ലാതെ ബുക്ക് അങ്ങനെ കിട്ടണത് സഹിക്കണം. ഇത് പുറത്തേക്ക് ഇറങ്ങി എങ്ങനെയാ? കുറച്ച് ഭക്ഷണം വാങ്ങിത്തരുന്ന ആരെങ്കിലും ഉണ്ടോ ഇവിടെ? നല്ല നല്ല പിക്സ് കിട്ടിയിട്ടുണ്ട്. വെരി വെരി ബ്യൂട്ടിഫുൾ. ഇന്നോ നാളെ രാവിലെ ആകുമ്പോഴേക്കും അവർ സെറ്റ് ചെയ്ത് തരും. അങ്ങനെ നമ്മുടെ സേവ് ഡേറ്റ് ഇവിടെ വളരെ സക്സസ്ഫുള്ളായി നടന്നിരിക്കുകയാണ്. ഇനിയിപ്പോൾ പോയി ഞങ്ങൾ എന്തെങ്കിലും ജ്യൂസൊക്കെ കുടിച്ചിട്ട് നേരെ വീട്ടിൽ പോയിട്ട് എല്ലാവരും ടയേർഡാണ്. ഒരുപാട് കാര്യങ്ങൾ ഇനി പെൻഡിങ് ഉണ്ട്. അപ്പോൾ അതിനൊക്കെ ഒന്ന് ഇറങ്ങണം. അപ്പോൾ ഇനി ജീജു എല്ലാം മുൻകൂട്ടി ഉണ്ടായിരുന്നല്ലേ? ക്യാപ്ചർ പണിട്ടെ. നീ അച്ഛ ചെയ്തത് നിനക്ക് ഓർമ്മയില്ലേ? വീഡിയോ നമ്മള് അവസാനം നമ്മുടെ വിക്ക് എടുത്തിരാന്ന് പറഞ്ഞു. നമ്മുടെ സേവ് ഡേറ്റ് എല്ലാം കഴിഞ്ഞു. നമ്മൾ നിന്ന് വന്ന പിന്നെ നമ്മുടെ എല്ലാവരും പിക്ക് എടുത്ത് സമയം 10:30 അപ്പൊ ഇനി ഞങ്ങൾ പോയി ഭക്ഷണം കഴിക്കാൻ പോകണം. വീട്ടിൽ പോയി കഴിക്കാൻ ആദ്യം പ്ലാൻ ചെയ്തിട്ടുണ്ടാകും ജ്യൂസ് കഴിച്ചിട്ട്. ബട്ട് ഇപ്പൊ നമുക്ക് എല്ലാവർക്കും നല്ല വിശപ്പ്, പിന്നെ അവർക്കും വാങ്ങിക്കൊടുക്കണം. അപ്പൊ എല്ലാവരും കൂടിയിട്ട് ഇനി അവിടെ പോയി കഴിക്കാൻ വിചാരിച്ചു. ഗൈസ്, എങ്ങനെയുണ്ടായിരുന്നു സേവ് ഡേറ്റ്? നിങ്ങളുടെ എക്സ്പീരിയൻസ് പറയുക. നമ്മൾ ഡേറ്റ് സേവ് ചെയ്തിരിക്കുന്നു ഗൈസ്. വിഷ്ണു ആൻഡ് തമ്പി ആൻഡ് രേവു എങ്ങനെയുണ്ടായിരുന്നു? ഞങ്ങൾക്ക് ഓസിക്കുന്ന സിംഗിൾ ഫോട്ടോസ് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് കുറെ നല്ല പിക്സ് കിട്ടിയില്ലേ? നൈസില് സൈഡിൽ വന്ന ആൾക്കാരാണ്. ഞങ്ങള് പറഞ്ഞൊന്നല്ല, ആ ചേട്ടൻ ഞങ്ങളെ കണ്ടപ്പോ പിക്ക് എടുക്കാൻ തോന്നി ഗൈസ്. അപ്പൊ ഞങ്ങളോട് പറഞ്ഞു പിക്ക് എടുത്തരാന്ന്. അല്ലടാ, അവർക്ക് നമ്മളെ കണ്ടപ്പോ പിക്ക് എടുക്കാൻ തോന്നി. നമ്മുടെ കുറ്റമല്ല. സൈഡില് സീൻ കവർ ചെയ്യുന്നതാണ് തോന്നണത്.
നമ്മള് നല്ല ആംബിയൻസ് അല്ലേ? നൈസ്. ചാന്ദിനി വിളിക്കണം, ഒന്ന് പോവോ പ്ലീസ്? ഞാൻ ഒന്ന് കഴിച്ചോട്ടെ.